അപ്പോൾ സൺഡേ സ്പെഷ്യൽ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ടതൊക്കെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നീ അതിൽ റണ്ണിങ് മെറ്റീരിയൽസിൽ അതിൽ മിക്സ് ആൻഡ് മാച്ചിനൊന്നും മെനക്കെടാൻ വയ്യാതെ റെഡി ടു സ്റ്റിച്ച് ആയിട്ട് നമുക്ക് എല്ലാം ടോപ്പ് ബോട്ടം ദുപ്പട്ട അതിലും നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ദുപ്പട്ട വേണ്ടാത്തവർക്ക് അതിന് പറ്റുന്ന രീതിയിൽ അങ്ങനെ ഓരോ വെറൈറ്റീസ് നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മിസ്സായിട്ടില്ലല്ലോ അല്ലേ വീഡിയോ? അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ചുരിദാർ സെറ്റ്സ്, അതായത് മെറ്റീരിയൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ അങ്ങനെ പല പല പേരിൽ നമ്മൾ അറിയപ്പെടുന്ന റെഡി ടു സ്റ്റിച്ച് ആയിട്ട് ടോപ്പ് ഉണ്ടാവും, ബോട്ടം ഉണ്ടാവും, നമുക്ക് ദുപ്പട്ട ഉണ്ടാവും. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വേഗം ഈസി ആയിട്ട് പ്രത്യേകിച്ച് അലങ്കാരപ്പണികളൊന്നും ഇല്ലെങ്കിൽ പോലും ഭംഗിയായിരിക്കുന്ന ആ സെറ്റുകളുടെ ഒരു വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിൽ 4 ഡിഫറെൻറ്റ് വെറൈറ്റീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നൊരു സെമി പാർട്ടി വെയർ കൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും പാർട്ടി വെയറിൽ പറ്റുന്ന ബനാറസി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നായി കാണാം. അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ 3 നമ്പർ ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ ഏതാണെന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അതിൽ പിന്നെ സൈസും മീറ്ററും ഒന്നും പറയാനില്ലല്ലോ അല്ലേ, റെഡി മെറ്റീരിയൽ പറഞ്ഞിട്ട് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നു പോയതാണ്. അപ്പോൾ അതിൽ അത്രയല്ലേ കാര്യങ്ങളുള്ളൂ, അതേ ഉള്ളൂ. നമുക്കിത് കാണാം. പിന്നെ കലങ്കാരി സാരിയുടെ കാര്യം ചോദിച്ചിരുന്ന ആൾക്ക് ഞാൻ അത് ജസ്റ്റ് നമ്മൾ ഒരു സാമ്പിളിനൊക്കെ ആയിട്ടുള്ള എൻക്വയറി പോയിട്ടേ ഉള്ളൂ. ചെയ്തെത്താൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കലങ്കാരി ചെയ്യിക്കുന്നവരടുത്ത് റെഡി സ്റ്റോക്ക് ഇല്ല. അപ്പോൾ പുതിയ ഒരാളെടുത്ത് ഡീൽ ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു കാലതാമസമുണ്ട്. പിന്നെ മൽക്കോട്ടനിൽ വരുന്ന സാധാരണ ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ള ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ വല്ലാതെ ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ടാണ്. അതിൽ കുറച്ച് കലങ്കാരി ടൈപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ ഞാൻ അതിൽ അവൈലബിൾ ആയ പിക്സ് ഏകദേശം നമ്മൾ ആ കൊണ്ടുവരുന്ന ഫാബ്രിക്കിൻ്റെ അതേ തിക്നെസ് അല്ല, മൽക്കോട്ടനിൽ വരുന്ന സംഭവം അതിൽ 1-2 പേര് കാണിച്ചിരുന്നു. അത് നോക്കാം നമുക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ റണ്ണിങ് മെറ്റീരിയൽ കൊണ്ട് ഡിസൈനർ സാരിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ, നമ്മൾ അജരക്കിലൊക്കെ പാച്ച് വർക്ക് സാരിയൊക്കെ ചെയ്ത പോലെ. അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതും നോക്കാം. പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ സെറ്റുകൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. പ്യുർ വിസ്കോസ് ജോർജറ്റിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിലൊരു ബാട്ടിക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ദാമൻ ഏരിയയിലേക്ക് ഒരു ബോർഡർ പോലെ ഭംഗിയിൽ, എന്നാൽ അതിൻ്റെ ദുപ്പട്ടയും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന 4 കളേഴ്സ് വരുന്ന ബേസ് കളർ ബ്ലാക്ക് ആണ്. അതിൽ 4 ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്ന സെറ്റുകളാണ്. അതിലെല്ലാം ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 2.65 മീറ്റേഴ്സ്, 2.65 വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം സൈസ് പ്ലസ് സൈസ് ഉള്ളവർക്കും ഇത് ഓക്കെ ആയിരിക്കും. ബോട്ടത്തിൻ്റെ സൈസ് വരുന്നത് 2.3, 2.30 വരുന്നുണ്ട്, 2 മീറ്റേഴ്സും 30 സെൻറ്റിമീറ്ററും. അത് ദുപ്പട്ട വരുന്നത് 2.4 മീറ്റേഴ്സ്, 2.40 വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം സൈസുള്ള ഒരു സെറ്റുകളുടെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1630. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് സെറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. നല്ലൊരു ബാട്ടിക് ഡിസൈനും താഴേക്ക് ബോർഡർ പോലെ നല്ലൊരു ഫ്ലോറൽ ഡിസൈനൊക്കെ ബാട്ടിക് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പീസിലാണ് ഈ ബോർഡർ വരുന്നത്. താഴേക്ക് ബാക്ക് പീസിൽ ഇതേ സെയിം പാറ്റേൺ ഓഫ് ഡിസൈൻ ഇങ്ങനെ ബാക്ക് പീസിലും ഓൾ ഓവർ വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു നേച്ചർ അറിയാലോ, സ്ലൈറ്റ്ലി സ്ട്രെച്ചബിളായ ഫാബ്രിക്കാണ്. അപ്പോൾ അതിൽ കാണിച്ചപ്പോൾ ഒരാൾ ചോദിച്ചിരുന്നത് ഇങ്ങനെ തൂങ്ങിപ്പോകുന്നു. കാരണം ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ നോർമലി വലിയ കുഴപ്പമില്ല. എൻ്റെ സെറ്റ് അങ്ങനെ തൂങ്ങിപ്പോയിട്ടില്ലായിരുന്നു. എന്നാലും ചില ഫാബ്രിക്കിന് അങ്ങനെ കാണുന്നുണ്ട് ഇതിൽ. പക്ഷെ എന്നാലും മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്യുവർ ജോർജറ്റ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ സാധാ ഫോക്സ് ജോർജറ്റിൽ നിന്ന് അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഫാബ്രിക്കിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഫസ്റ്റ് സെറ്റ് ഇതാ ഇങ്ങനെ വരുന്നു. അതിൽ ബോട്ടം വരുന്നത് ബോട്ടം ഓപ്പൺ ചെയ്ത് കാണിക്കാം. പ്ലെയിൻ ആണ്. ഇതിൽ വന്നിരിക്കുന്ന മെയിൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കളറിൻ്റെ പ്ലെയിൻ കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്ക് ഇനി അഥവാ ഇതിലും നല്ല ഇപ്പോൾ കാരണം 4XL 5XL ഒക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതിലെന്ത് ചെയ്യണം, പ്ലെയിൻ കൊണ്ട് സ്ലീവ് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഇതിൽ നിന്ന് സൈഡിൽ നിന്ന് ചെറിയ ബ്ലാക്ക് പീസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ബോട്ടം ഏതെങ്കിലും കോമൺ ബ്ലാക്ക് പ്ലെയിൻ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ബാട്ടിക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ഇതിന് ആപ്റ്റായ നല്ല ഭംഗിയുള്ള ദുപ്പട്ട വന്നിരിക്കുന്നത്. സൈസ് ഞാൻ ആദ്യം പറഞ്ഞ് ശ്രദ്ധിക്കുക കേട്ടോ. 1630, 1630 റേറ്റ് വരുന്നത്. ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ. നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതിൽ ടോപ്പ് വരുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ലുക്ക് ഇങ്ങനെ ഒലിവ് ഗ്രീൻ കളറിൽ. ബോട്ടം വരുന്നത് ആ വർക്കിന് സെയിം കളർ പ്ലെയിൻ വരുന്നു. ദുപ്പട്ട വരുന്നു ഇങ്ങനെ 1630, 1630. നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു സഫേ ഗ്രീനും ബ്ലാക്ക് കൂടിയ നല്ല ഭംഗിയുള്ള കളറിലാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം വരുന്നു ഇങ്ങനെ.
പ്ലെയിൻ കളറിൽ തന്നെ. ദുപ്പട്ട വരുന്നു ഇങ്ങനെ. അതിൽ ലാസ്റ്റ് കളറ് ബ്ലാക്ക് ആൻഡ് മെറൂൺ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ ഫേവറേറ്റ് കളറ് അത് സെലക്ട് ചെയ്തോളൂ കേട്ടോ. അതങ്ങനെ വരുന്നു. വളരെ കംഫർട്ടബിളായി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് ഈ പ്യുവർ ജോർജറ്റ് പറഞ്ഞാൽ. ബോട്ടം ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു. കോട്ടൺ ലവേഴ്സിനും സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അത് അങ്ങനെ വരുന്നു. സ്റ്റിച്ച് ചെയ്തതിൽ ഇങ്ങനെ 1630 1630. പ്യുവർ വിസ്കോസ് ജോർജറ്റിലെ സെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫോക്സ് ജോർജറ്റിൽ. എല്ലാം ജോർജറ്റ് ഫാമിലി ആണെങ്കിലും ഓരോ ഫാബ്രിക്കിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ നല്ലൊരു ഹെവി എംബ്രോയ്ഡറി വർക്ക്, ഫിനിഷിങ്ങിലൊരു വർക്ക് ചെയ്തിരിക്കുന്ന 5 ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്ന സെറ്റുകളാണ്. ഇതിലെല്ലാം ടോപ്പ് വന്നിരിക്കുന്ന 2.4 മീറ്റേഴ്സ് 240, ബോട്ടം പ്ലസ് ലൈനിങ് 3.5 മീറ്റേഴ്സ് വന്നിട്ടുണ്ട്, 3.5 മീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ 3.5 മീറ്റർ ഉണ്ടെങ്കിലും ആ ഫുൾ ലൈനിങ്ങിനായിട്ട് തികയുന്നുണ്ടാവില്ല കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം. ദുപ്പട്ട വന്നിരിക്കുന്നത് 2.3 230 വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1160 1160 രൂപ. ഇനി നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കളർ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡിൽ. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഒരു പാർട്ടിക്കാരായിട്ട് ദുപ്പട്ടയൊക്കെ നല്ല ഭംഗിയുണ്ട്. ബോട്ടം വരുന്നിരിക്കുന്നത് സാൻറ്റൂൺ ഫാബ്രിക്കാണ്. ആ സെയിം കളറിൽ ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്നത്. ദുപ്പട്ട അത്യാവശ്യം നല്ല വർക്കുള്ള ദുപ്പട്ടയാണ്. അപ്പോൾ പാർട്ടി വെയർ ആയിട്ടും പറ്റും, കാഷ്വൽ വെയർ ആയിട്ടും പറ്റും. ഏത് ഒക്കേഷനിലേക്കും ആപ്റ്റായ ഒരു മെറ്റീരിയലാണ് ഫസ്റ്റ് ഈ ഒരു ടൈപ്പ് വന്നിരിക്കുന്നത്. റേറ്റും വളരെ ബഡ്ജറ്റ് റേഞ്ചിലാണ്. 1160 1160 രൂപ. ഫസ്റ്റ് സെറ്റിൻ്റെ ലുക്ക് അതായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെറ്റ് കാണാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ. അപ്പോൾ ഓരോരുത്തരുടെയും ഫേവറേറ്റ് കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളൂ കേട്ടോ. അതാ ഇങ്ങനെ വരുന്നു, നേവി ബ്ലൂ ഷെയ്ഡിൽ. ഇങ്ങനെ ടോപ്പ്, അതിൻ്റെ കറക്റ്റ് യോക്ക് കറക്റ്റ് നിന്നോളൂ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. ബോട്ടം സെയിം കളറിൽ ബ്ലൂ സാൻറ്റോണിൽ വന്നിരിക്കുന്നു. ദുപ്പട്ട വന്നിരിക്കുന്നു ഇതാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട. 2 സൈഡിലും സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഈ യോക്കിൽ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി അതേ പാറ്റേണിൽ നല്ല ഹെവി വർക്ക് ചെയ്തിരിക്കുന്നതാണ് ദുപ്പട്ടയുടെ 1 സൈഡ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഡാർക്ക് പർപ്പിൾ, നമ്മളൊരു വൈൻ കളറിലേക്ക് എത്തുന്ന ആ ഒരു കളറാണ് ഇതാ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്. ബോട്ടം സെയിം ടോണിൽ സാൻറ്റൂൺ ഫാബ്രിക്. ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട, നല്ല ഹെവി വർക്കുള്ള ദുപ്പട്ട ഇങ്ങനെ വന്നിരിക്കുന്നു. അപ്പോൾ ഫേവറേറ്റ് കളർ ഏതാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. 3 കളർ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നു മെറൂൺ. ഷെയ്ഡ് എല്ലാ കോമൺ കളേഴ്സിലും ബ്രൈറ്റ് കളേഴ്സ് ഡാർക്ക് കളർ ചാർട്ടിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ മെറൂൺ വരുന്നത് ഇങ്ങനെ ടോപ്പ്. അയ്യോ ഇവിടെ കുറച്ച് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് കറക്റ്റ് വരിക. അപ്പോൾ നെക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. റൗണ്ട് വേണ്ടവർക്ക് റൗണ്ട്, സ്ക്വയർ വേണ്ടവർക്ക് സ്ക്വയർ കട്ട് ചെയ്യാം. ബോട്ടം വരുന്നത് സെയിം സാൻറ്റൂൺ ഫാബ്രിക്കിൽ. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള വർക്കുള്ള ദുപ്പട്ടയാണ്. ഈ ദുപ്പട്ടയുടെ ഒരു ക്ലോസർ വ്യൂ കൂടെ കൊടുത്തേക്കോ. വരുന്നു നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിൽ. ഇങ്ങനെ വരുന്നു. അതിലിനി ലാസ്റ്റ് കളറ് ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് ലവേഴ്സിന് ഇങ്ങനെ ടോപ്പ്. ബോട്ടം വരുന്നു സാൻറ്റോൺ ഫാബ്രിക്കിൽ സെയിം ടോണിൽ. ദുപ്പട്ട വരുന്നു ഇങ്ങനെ. അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ. ഡോള സിൽക്ക് ഫാബ്രിക്കിൽ കോപ്പർ സെറി ലൈൻസ് പോലെ അതിൻ്റെ നല്ലൊരു ബോർഡർ പോലെ ഹെവി വർക്ക് പോലെ വന്നിട്ടുണ്ട്. അതിൽ 4 ബ്രൈറ്റ് കളേഴ്സിൽ വന്നിരിക്കുന്നത്. പക്ക ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫാബ്രിക്കാണല്ലോ ഡോള സിൽക്ക്. ഇങ്ങനെ ഒരു ഫംഗ്ഷനുകൾക്കൊക്കെ അതിൽ വന്നിരിക്കുന്ന സെറ്റുകൾ അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ. കാരണം ടോപ്പിൻ്റെ ലെങ്ത്ത് 2.6 മീറ്റേഴ്സ് വരുന്നുണ്ട്. അതിന് പുറമെ സ്ലീവിനായിട്ടൊരു 75 സെൻറ്റിമീറ്റർ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലസ് സൈസുള്ളവർക്കും നന്നായി ഈ ഒരു സെറ്റ് നോക്കുന്നവർക്ക് പറ്റിയ സംഭവം തന്നെയാണിത്. പിന്നെ ബോട്ടം വരുന്നത് 2 മീറ്റേഴ്സ് തന്നെ, 2 മീറ്ററിൽ. ദുപ്പട്ട വരുന്നത് 2.25 2.25 മീറ്റേഴ്സിലാണ്. റേറ്റ് വരുന്നത് 2000 റുപ്പീസ്. നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് വരുന്നു നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൽ ഫ്രണ്ട് പീസ് ഇതാ ഇങ്ങനെ വരുന്നു, ബാക്ക് പീസ് ഇങ്ങനെ വരും പ്ലെയിൻ ആയിട്ട്. പക്ഷേ ബാക്ക് പീസ് ഈ ഒരു ബോർഡർ പോലെ വരുന്ന ഭാഗം ബാക്ക് പീസിൻ്റെ താഴേക്ക് വരും. അത് സ്ലീവിൻ്റെ പീസാണ് താഴെ അവിടെ ഇങ്ങനെ താഴേക്ക് കാണുന്നത്. അപ്പോൾ നല്ല ഒരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ പറ്റിയൊരു മെറ്റീരിയലാണിത്. ഇങ്ങനെ വരുന്നു ടോപ്പ്. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് ഇങ്ങനെ വരുന്നു. സെയിം ടോണിൽ നല്ലൊരു പ്രീമിയം ഒരു സിൽക്കി സാൻറ്റൂൺ ഫാബ്രിക്കാണ്. വളരെ ഒരു റയോൺ ടൈപ്പ് ഓഫ് ഫീൽ വരുന്ന ആ ഒരു ടൈപ്പ് ഫാബ്രിക്കാണ് ബോട്ടത്തിന് വന്നിരിക്കുന്നത്. ഈ ഇത്രയും ഒരു പ്രീമിയം സെറ്റിന് ആപ്റ്റായ ബോട്ടം തന്നെ വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നു ഇങ്ങനെ 4 സൈഡിൽ ഈ സെയിം പാറ്റേണിലുള്ള ബോർഡറും പിന്നെ ബുട്ടീസും കൂടെ കൂടി ഭംഗിയാക്കിയിട്ടുള്ള ഒരു ദുപ്പട്ടയോട് കൂടിയ ഭംഗിയുള്ള സെറ്റ്. ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ. നെക്സ്റ്റ് നമ്മുടെ എവർ ഹിറ്റ് മെറൂൺ ഷെയ്ഡ്.
ഇതിന് കളറിൻ്റെ പേര് പറയാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത സെറ്റുകളാണ്. ഈ ജോർജറ്റിൽ ഏതായാലും എല്ലാത്തിലും നിന്ന് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു. നല്ല മെറൂൺ ഷെയ്ഡിൽ നല്ലൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ. ഇതിൽ നമുക്ക് ഈ ഒരു പീസിനെ തന്നെ ഇനി യോക്ക് പീസ് അപ്പർ ലെവലിലേക്ക് വെച്ച് ചെയ്യേണ്ടവർക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് ഇറങ്ങിയൊരു യോക്ക് പോലെ നിൽക്കില്ല എന്നേ ഉള്ളൂ. ഈ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ നോർമലി ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ്. ഇങ്ങനെ വരുന്നു ടോപ്പ്, ബോട്ടം വരുന്നു ആ ഒരു സിൽക്കി സാൻഡൂൺ ഫാബ്രിക്കിൽ സെയിം ടോണിൽ. ദുപ്പട്ട വരുന്നു ഇങ്ങനെ 2000 റുപ്പീസ്. ഡോള സിൽക്ക് ഫാബ്രിക്കാണ്. നമുക്ക് ആ ഒരു നല്ലൊരു ആ ക്രിസ്പി ജോർജറ്റിൻ്റെയൊക്കെ അതേ ഒരു ഫിനിഷിംഗ് പോലെ തന്നെയാണ് വരിക. ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഫാബ്രിക്കാണ് അതിൽ ഡോള സിൽക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു. അതിൻ്റെ സ്ലീവിനുള്ള എക്സ്ട്രാ പോർഷനാണ് അവിടെ നിൽക്കുന്നത്, താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് കളറ് ഡാർക്ക് വൈൻ കളറിൽ. ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ സെയിം സിൽക്കി ഫാബ്രിക്കിൽ. ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഡാർക്ക് വൈൻ ഷെയ്ഡിൽ. ഇന്നത്തെ ബനാറസി കളക്ഷനിൽ ലാസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ. ബോട്ടം സെയിം കളറിൽ വരുന്ന ആ ഒരു സിൽക്കി സാൻറ്റൂൺ ഫാബ്രിക്. ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ നല്ലൊരു ആൻറ്റിക് ഫീൽ വരുന്ന ആ ഒരു സരി ബോർഡറാണ് ഇതിന് വന്നിരിക്കുന്നത്. 2000 റുപ്പീസാണ് റേറ്റ് വരുന്നത്. റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ 5 ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വരുന്ന സെറ്റുകൾ. നമുക്കൊരു സിൽക്ക് ഫിനിഷ് വരുന്നത് കൊണ്ട് അത്യാവശ്യം ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ആ ഒരു റോമൻ സിൽക്ക് നമുക്ക് വാഷബിൾ ആയ ഫാബ്രിക്കാണ്. അപ്പോൾ നോർമൽ ഓഫീസ് വെയർ ആയിട്ടോ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നൊരു ഫാബ്രിക്. അതിൽ ബോട്ടം വരുന്നത് സാൻറ്റൂൺ ആണ്. 5 ഡിഫറെൻറ്റ് കളേഴ്സിൽ വരുന്നുണ്ട് കേട്ടോ ടോപ്പ്. ഈ മെറ്റീരിയൽ എല്ലാം ദുപ്പട്ടയാണ് അതിൻ്റെ ഒരു ചന്തേരി ടൈപ്പ് ഒരു നമ്മുടെ ടോപ്പിൻ്റെ ഒരു ആ ഒരു മെറ്റീരിയൽ ഒരു ചന്തേരി ഫീൽ വരുന്ന ഒരു മെറ്റീരിയൽ. അതിലും ഇതേ കളർ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ടോപ്പ് എല്ലാം വരുന്നത് 2.3 മീറ്റേഴ്സ്, ബോട്ടം വരുന്നത് 2.25 മീറ്റേഴ്സ്, ദുപ്പട്ട വരുന്നതും 2.3 മീറ്റേഴ്സ് 2.30 വരുന്നത്. ടോപ്പ് ദുപ്പട്ടയും 2.30 വീതവും, ബോട്ടം 2.25 വരുന്നു. റേറ്റ് വരുന്നത് 1140 1140 രൂപയ്ക്ക്. നല്ല ഭംഗിയുള്ള 5 സെറ്റുകൾ ചുരുക്കം പറഞ്ഞാൽ. നമുക്കിത് ഓരോന്നായിട്ട് കാണാം. റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടോ എങ്ങനെയോ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സെറ്റ്. ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. നല്ല നിങ്ങളത് ക്ലോസ് വ്യൂ കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല ഫിനിഷിംഗ് ഉള്ളൊരു വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പിൻ്റെ ഒരു ഫുൾ വ്യൂ. ഇങ്ങനെ വരുന്നു. ആ ഫാബ്രിക് കണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു സിൽക്ക് ഫീൽ തന്നെ വരുന്നൊരു ഫാബ്രിക്കാണ് കേട്ടോ. അതെങ്ങനെ വരുന്നു. എന്നാൽ വാഷബിളും ആണ്. ഇങ്ങനെ വരുന്നു. മെഷീൻ വാഷ് പറയില്ല, നോർമൽ ചെയ്യാവുന്ന. ബോട്ടം വന്നിരിക്കുന്നത് സാൻറ്റൂൺ ഫാബ്രിക്കിൽ സെയിം ടോണിലാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഓൾ ഓവർ ഇതേ ഒരു കളർ കോമ്പിനേഷനിലുള്ള ഈ സെയിം ടോപ്പിൻ്റെ സെയിം ഫാബ്രിക്കിൽ ഓൾ ഓവർ എംബ്രോയ്ഡറി വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്ന ദുപ്പട്ടയാണ്. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് 2 സൈഡ് ഇടാതിരിക്കുക നല്ലത്. കാരണം ഈ വർക്ക് മറഞ്ഞു പോകില്ല. അത്ര നല്ല ഭംഗിയാണ് നെക്ക് പോർഷനിൽ ആ വർക്കിനെ കാണാനായിട്ട്. അങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ. നെക്സ്റ്റ് വരുന്നു നമ്മുടെ മെറൂൺ ഷെയ്ഡിൽ. ഇങ്ങനെ വരുന്നു. ബോട്ടം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. സാൻറ്റൂൺ ഫാബ്രിക്കിൽ ബോട്ടം വന്നിരിക്കുന്നു. ഇങ്ങനെ വരുന്നു. നെക്ക് അത്യാവശ്യം നല്ലൊരു നോർമൽ വൈഡ് നെക്ക് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഭംഗി കൂട്ടണമെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ പീസിൽ വേണ്ടി 2-3 ബട്ടണൊക്കെ വെച്ച് കൊടുത്താൽ ഒന്നും കൂടെ ഭംഗിയിൽ നിൽക്കും. ഇങ്ങനെ വരുന്നു. ദുപ്പട്ട ഓൾ ഓവർ ശരിക്കും നല്ല സോഫ്റ്റ് ദുപ്പട്ട തന്നെയാണ്. ഇതങ്ങനെ വരുന്നു. റോമൻ സിൽക്കാണ്. നമുക്ക് ആ ഒരു ചന്തേരിയുടെയൊക്കെ പോലെ തന്നെ ദുപ്പട്ട എനിക്ക് തോന്നുന്നു ബോട്ടത്തിൻ്റെ അപേക്ഷിച്ച് അല്ല ടോപ്പിനെ അപേക്ഷിച്ച് ദുപ്പട്ട കുറച്ചുകൂടെ ഒരു ചന്തേരി ടൈപ്പ് ഫീലാണ് വരുന്നത് കേട്ടോ. എനിക്ക് ആദ്യം തൊട്ടപ്പോൾ ഇങ്ങനെ ഫീൽ വന്നു. അതങ്ങനെ ചന്തേരി ഫിനിഷിങ് വരുന്നുണ്ട്. ഇതുണ്ടോ ഇങ്ങനെ വരുന്നു. റോമൻ സിൽക്കാണ് ടോപ്പിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് തേർഡ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിൽ അങ്ങനെ വരുന്നു. ഇതാണ് ടോപ്പ്. നല്ല ഹെവി വർക്ക് വന്നിരിക്കുന്ന ടോപ്പിൽ റോമൻ സിൽക്ക് ഇങ്ങനെ വരുന്നു. ബോട്ടം വരുന്നത് സെയിം കളറിൽ ഇങ്ങനെ വരുന്നു. സാൻറ്റൂൺ ഫാബ്രിക്. ദുപ്പട്ട ഇതുണ്ട്. ദുപ്പട്ടയുടെ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഫിനിഷിങ് നമ്മൾ ഒരു മൽച്ചന്തേരിയിലൊക്കെ വരുന്ന ആ ഒരു കുറച്ച് പോളി ചന്തേരി ആയിരിക്കും ഇത്. ആ ഒരു ടൈപ്പ് അവർക്ക് അത്രയല്ല റേറ്റ് വരുന്നുള്ളൂ. 1140. മൽച്ചന്തേരിയിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. എംബ്രോയ്ഡറി ചെയ്ത ദുപ്പട്ട റണ്ണിങ് മെറ്റീരിയലായിട്ട് വരുന്നുണ്ട്. നമ്മൾ മലായ് ചന്തേരി ആദ്യം കൊണ്ടുവന്നിരുന്നു. മലായ് ചന്തേരി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ. മലായ് ചന്തേരിയാണ് അതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയത്. അതാണ് നമ്മൾ ആദ്യം കൊണ്ടുവന്നിരുന്നത്. അത് കുറച്ചുകൂടി ഫുൾ സിൽക്കാണ് വരുന്നത്. പിന്നെ മൽച്ചന്തേരി വരുമ്പോൾ അതിൽ കോട്ടൺ മിക്സ് വരും. പിന്നെ അതിൽ തന്നെ പോളി ചന്തേരി വരുന്നുണ്ട്. അതിൽ നൈലോൺ മിക്സായ പോളിസ്റ്റർ മിക്സായ ഒരു സംഭവം വരുന്നത് തേർഡ്. അത് കുറേ കമ്പാരിറ്റീവ് ചീപ്പാണ് വരുന്നത്. നമുക്ക് ഇൻ ബിറ്റ്വീൻ റേഞ്ചിൽ വരുന്ന മൽച്ചന്തേരിയിലുള്ളത് കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കും, എന്നാലും വെയിറ്റ് ചെയ്താൽ മതി. നല്ല കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലാക്ക്. കാരണം അതെല്ലാം എംബ്രോയ്ഡറി ചെയ്യിച്ച് കൊണ്ടുവരണം. ഇങ്ങനെ വരുന്നു. ഇതിൽ ബ്ലാക്ക്. നെക്സ്റ്റ് വരുന്ന കളറ് വൈറ്റ്. ഇതിലെല്ലാം സെയിം ബോട്ടം വരുന്നത് സാൻറ്റൂൺ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു ടോപ്പിൻ്റെ ലുക്ക്.
ഇങ്ങനെ നല്ല ഭംഗിയിൽ എംബ്രോയിഡറി കൂടി ഇനി ഓണം കൺസെപ്റ്റിലൊരു സിൽക്ക് ഫിനിഷിലുള്ള സെറ്റ് വേണ്ടവർക്ക് ഇത് എങ്ങനെയാവാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് വേണ്ടവർക്ക് അങ്ങനെയാവാം. നല്ല ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഓൾ ഓവർ സെയിം എംബ്രോയിഡറി വന്നിരിക്കുന്ന സെറ്റ് ഇങ്ങനെ വരുന്നു. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ കളക്ഷൻസ്. അപ്പോൾ ചുരിദാർ സെറ്റ്സിൽ ഇഷ്ടമുള്ള വെറൈറ്റി നിന്ന് കോട്ടണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അല്ലേ, കോട്ടണിൽ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടൺ ലവേഴ്സിനും ഈ പ്യുവർ ജോർജറ്റ് നമ്മൾ ആദ്യം കാണിച്ചത് അതേപോലെ തന്നെ കംഫർട്ടബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിന് ക്രേപ്പ് ലൈനിങ് ആണ് ആപ്റ്റെങ്കിലും നമുക്കൊരു കംഫർട്ട് ലെവൽ വെച്ചിട്ട് അതിൽ ബ്ലൗസ് പീസ് മെറ്റീരിയൽ വേണമെങ്കിലും ലൈനിങ് ആയിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി നമ്മൾ ഓരോ വീഡിയോയിലും ഓരോരോ വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പർച്ചേസ് ചെയ്യാനൊക്കെ അത് ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ കളക്ഷൻസൊക്കെ ഒന്ന് കാണട്ടെ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇതിനെല്ലാം കഴിഞ്ഞ വീഡിയോനൊക്കെ ഞാൻ മെനക്കെട്ടിരുന്ന് കൊച്ചു ഷോർട്സ് ആയിട്ടെല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒത്തിരി ഇപ്പോൾ സമയക്കുറവുള്ളവർക്ക് ഇനി അത് പറയണ്ട, എല്ലാം കാണാൻ സമയം കിട്ടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇനി ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.